ജനങ്ങൾക്കിടയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു പാർട്ടി ഒടുവിൽ ജനങ്ങളെ തന്നെ കാണാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വീണുപോയി. കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് ഏറ്റവും ശക്തമായി ഉയരുന്ന ചോദ്യം ഇതാണ്. അധികാരത്തിന്റെ ഉച്ചകോടിയിലെത്തിയപ്പോൾ CPM-നും പ്രത്യേകിച്ച് പിണറായി വിജയനും സംഭവിച്ച ഏറ്റവും വലിയ മാറ്റം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരമാണ് പലരും പറയുന്നത്: ജനങ്ങളോടുണ്ടായിരുന്ന ബന്ധം നഷ്ടപ്പെട്ടു. ഇപ്പോൾ അതേ വിമർശനം CPM-ന്റെ സ്വന്തം ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ നിന്ന് തന്നെ പുറത്തു വരുന്നത് കേരള രാഷ്ട്രീയത്തിലെ വലിയ വഴിത്തിരിവായി മാറുകയാണ്. രണ്ടാം പിണറായി സർക്കാരിലും മുഖ്യമന്ത്രിയുടെ ഓഫീസും ഏതാനും മന്ത്രിമാരുടെ ഓഫീസുകളും സാധാരണക്കാരായ പാർട്ടിക്കാർക്കും ജനങ്ങൾക്കും അപ്രാപ്യമായിരുന്നുവെന്ന് CPM ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനമുണ്ടായി. ജില്ലാ നേതാക്കളായി നടന്നവർ മന്ത്രിമാരായപ്പോൾ പ്രവർത്തകരെ അകറ്റി നിർത്തി. പാർട്ടി കമ്മിറ്റികളിലെ വിമർശനവും സ്വയം വിമർശനവും ഇല്ലാതായത് മുതലാണ് പാർട്ടി നേതാക്കൾക്ക് മൂല്യശോഷണം ഉണ്ടായത്. ഇപ്പോൾ തുറന്നു പറയാൻ നൽകിയ അവസരം എത്ര കാലത്തേക്ക് ഉണ്ടാകുമെന്ന ചോദ്യവും ഉണ്ടായി. സർക്കാരിന്റെ നേട്ടത്തെക്കാൾ പിണറായി വിജയന്റെ ധാർഷ്ട്യം, ശൈലി എന്നിവയെല്ലാം ചർച്ച ചെയ്യപ്പെട്ടിട്ടും തിരുത്തലുണ്ടായില്ല. സെൽഫി എടുക്കാനെത്തിയ കുട്ടികളെ പോലും ആട്ടിയോടിച്ചത് ജനങ്ങളെ എതിരാക്കി. സമൂഹ മാധ്യമങ്ങളുടെ കാലത്താണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതെന്ന പഴയകാല നേതാക്കൾ മനസ്സിലാക്കുന്നില്ല. പാർട്ടി എന്നാൽ ഒരാൾ മാത്രം എന്ന നിലയ്ക്ക് പിണറായി വിജയനിൽ കേന്ദ്രീകരിച്ചു പ്രചരണം നടത്തിയത് തെറ്റായി പോയി.